അപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇന്ന് രാവിലെ 10:30 നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ബ്ലാത്തൻകരയിലെ RC ചർച്ചിന് സമീപം താമസിക്കുന്ന ML അലിമ എന്ന് പറയുന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിയെ വെട്ടി കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതാവട്ടെ സ്വന്തം ഭർത്താവായ വിഷ്ണു എന്ന് പറയുന്ന 36 വയസ്സുള്ള ആളും. അദ്ദേഹം ഒരു മോശക്കാരനൊന്നുമല്ല. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു PSC കോച്ചിങ് ട്രെയിനറിന് ക്ലാസ് എടുക്കുന്ന മനുഷ്യനാണ്. PSC കോച്ചിങ് കൊടുക്കുന്ന കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു മാഷാണ് അദ്ദേഹം എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹമാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു ക്രൂരകൃത്യം ചെയ്തത്. ഈ ML അൽമയുമായിട്ട് അദ്ദേഹം 3 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അതിനുശേഷം 9 വർഷത്തോളം വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു അഭിപ്രായ വ്യത്യാസം ഈ അവസാന 3 ദിവസങ്ങളിലും അവർ തുടർന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് നാട്ടുകാരടക്കം അവിടുത്തെ മെമ്പർ അടക്കം ഇപ്പോൾ എടുത്തു പറയുന്നത്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ. കാരണം ഇവർക്ക് ഇപ്പോഴും ഈ 9 വർഷമായതിനു ശേഷവും കുട്ടികളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെടുത്തി ML അൽമയുമായിട്ട് വിഷ്ണു അടുത്തിടെ വഴക്കുണ്ടാക്കിയിരുന്നു. ആ വഴക്കും അതുപോലെ തന്നെ അൽമയിലേക്ക് ഒരു സംശയത്തിൻ്റെ നിഴൽ നീളുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അൽമ കുട്ടികൾ ഉണ്ടാവാൻ സമ്മതിക്കാത്തത് എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 9 വർഷം ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ 2 വ്യക്തികളാണ് ഈ അൽമയും വിഷ്ണുവും. എന്നാൽ ചില്ലറക്കാലം കൊണ്ട് മാത്രമാണ് ഇവർ തമ്മിൽ ചെറിയ ഒരു അകൽച്ചയെങ്കിലും ഉണ്ടായത്. എന്നാൽ അയൽവാസികൾക്കൊന്നും ഇവരെക്കുറിച്ച് കാര്യമായിട്ട് അറിവുകളൊന്നുമില്ല. കാരണം അവിടെ താമസിക്കുന്ന സമയത്ത് അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പരിധിവരെ ഒരു അകലം പാലിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അവിടെ താമസിക്കുന്ന അയൽവാസികൾക്ക് അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കും 2 തൊഴിലാണ്. കാരണം അൽമ എന്ന് പറയുന്ന സഹോദരി ഒരു ബ്ലോഗറാണ്, ഒരു യൂട്യൂബറാണ്. യൂട്യൂബിൽ വളരെ നല്ല കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയെ സംബന്ധിച്ചുള്ള ഒരുപാട് കണ്ടന്റുകൾ അവൾ പങ്കുവെച്ചത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഭർത്താവായ വിഷ്ണുവിനെ ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ പങ്കുവെച്ച എല്ലാ വീഡിയോയിലും വിഷ്ണുവിനെയും അവരെയും ഉൾപ്പെടുത്തിയുള്ള യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത്. ആ ഒരു ദാമ്പത്യം വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അവർക്ക് ഇത്തരത്തിൽപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ RC ചർച്ചിന് സമീപമാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത് ഒരു കാരണമാണ്. കാരണം അവിടെ പ്രാർത്ഥന നടക്കുന്ന സമയമാണ് അദ്ദേഹം ഈ സഹോദരിയുമായിട്ട് ഈ വഴക്കിൽ ഏർപ്പെടുന്നതും അതിനുശേഷം കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് കുത്തുന്നു, ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം സംഭവം കഴിഞ്ഞതിന് ശേഷം സ്വന്തം അയൽവക്കത്ത് താമസിക്കുന്ന സ്വന്തം സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാനിങ്ങനെ കൊല ചെയ്ത് വന്നിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹമാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നതും അതിനുശേഷം പറശ്ശാല പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അദ്ദേഹം ആ കൊലക്കുറ്റം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർക്ക് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. മെമ്പർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞത് അവർ ഈ മരിച്ചുപോയ ഈ ആൽമ എന്ന് പറയുന്ന കുട്ടിയും അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡും തമ്മിൽ വഴക്കുകളുണ്ടായി. എന്തോ ഫാമിലി മാറ്ററാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പോലീസിലോട്ട് വിവരം അറിയിക്കുകയും കീഴടങ്ങിയിട്ടുള്ള അറിവുള്ളത്. കുടുംബ വഴക്കാണ് അതിനകത്തുള്ള കാരണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേരും ഒറ്റയ്ക്ക് ഈ വീട്ടിലാണ് താമസം. ഈ കൃത്യം നടന്ന വീട്ടിൽ തന്നെയാണ്. അവർക്കങ്ങനെ അധികം പുറത്ത് അയൽക്കാരോട്ടൊന്നും അധികം ഒരു ബന്ധമുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ ആവശ്യമൊക്കെ വരുമ്പം മിണ്ടും പോകുന്നല്ലാതെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിൽ ഇതിന് മുമ്പൊന്നും അത്തരത്തിലുള്ള ഒരു കുടുംബ വഴക്കിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മുമ്പിൽ നേരത്തെ പരാതി ഇല്ല, അങ്ങനെ പരാതി വന്നിട്ടില്ല. പരാതി ഞങ്ങളുടെ മുമ്പിൽ അറിവിലേക്കില്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കാണുമ്പോൾ മിണ്ടും എന്നല്ലാതെ വേറെ അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റർ ഉണ്ടെന്നുള്ളതൊന്നും അറിവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ദാമ്പത്യപരമായ ചില ജീവിതത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. ആ ഒരു വഴക്ക് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് വാർഡ് മെമ്പർ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. 3 ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ആ വഴക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ ഒരു 9:30 അവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വഴക്കുണ്ടാവുകയും അവസാനം അത് കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ്
മെമ്പർ അടക്കമുള്ള നാട്ടുകാർ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നമുക്കൊരു വാർത്ത നമുക്കൊന്ന് കാണാം. വീടെടുത്ത് വീട് വാങ്ങി താമസിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 9 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. ഇരുവരും തമ്മിൽ വലിയ സ്നേഹത്തിലുള്ള ധാരാളം ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെയുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ് അൽമ. പൂച്ചകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പൂച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇടുന്നുണ്ടായിരുന്നു. മാർച്ച് മാസം അവസാനം വരെ, മാർച്ച് 28 വരെ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായിരുന്നു. പക്ഷെ അതിനുശേഷം അധികം പോസ്റ്റുകളോ മറ്റോ ഒന്നും സമൂഹ മാധ്യമങ്ങളിലൊന്നും അൽമ ഇട്ടിട്ടില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ പൂച്ചകളോ അല്ലെങ്കിൽ ഈ പോസ്റ്റുകളോ മാത്രമല്ല, ഈ യാത്രകൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള യാത്രകളുടെ ധാരാളം പോസ്റ്റുകളൊക്കെ അതും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും ഭർത്താവും കൂടി ഒപ്പമുള്ള ഫോട്ടോകളാണ് പലതും ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വലിയ സ്നേഹത്തോടെ കഴിയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെ ഈ കൊലപാതകം സംഭവിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് കൊലപാതകത്തിന് കാരണം? ഈ രീതിയിൽ സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം സാമ്പത്തികമായിട്ടോ മറ്റുമൊന്നും പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിഷ്ണുവിന്റെ കുടുംബമാണെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 9 വർഷമായി ഒന്നിച്ചു ജീവിച്ചുകൊണ്ടിരുന്ന ദമ്പതികൾക്കിടയിലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ഇന്ന് രാവിലെ വിഷ്ണു അൽമയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നതും. പോലീസിൽ കീഴടങ്ങിയ വിഷ്ണുവിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഈ കൊലപാതക കാരണം എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളൊന്നും വളരെ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളല്ല എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോൾ വരെയുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ക്രൂരമായിട്ടുള്ള വെട്ടും കുത്തുമേറ്റാണ് അൽമ മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇൻക്വസ്റ്റും പ്രാഥമിക പരിശോധനകളിൽ നിന്നടക്കം ഡോക്ടർമാരടക്കം മനസ്സിലാക്കിയിരിക്കുന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ട് വിഷ്ണു പോലീസിനോട് പറയുന്നതും മറ്റ് മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഇരുവരും തമ്മിൽ കുടുംബകലഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ അൽമയെ സംശയത്തിന്റെ ഒരു ദൃഷ്ടിയോടുകൂടിയാണ് പലപ്പോഴും ഇവർക്കിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടുകൂടിയാണ് അൽമയെ വിഷ്ണു കണ്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നു. മിനിഞ്ഞാന്ന് ഇരുവരും തമ്മിൽ രാത്രിയിൽ തർക്കമുണ്ടായി. അതിനുശേഷം ഇന്നലെയും തർക്കമുണ്ടായി. അതിന്റെ ഒരു തുടർച്ച എന്നോണം ഇന്ന് രാവിലെയും തർക്കമുണ്ടായി. അങ്ങനെ ആ തർക്കത്തിനും വാക്കുതർക്കത്തിനും ഇടയിൽ ആയുധം ഉപയോഗിച്ച് അൽമയെ വിഷ്ണു കുത്തി, അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷ്ണു എന്ന് പറയുന്ന 36 വയസ്സുള്ള ആൾ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിൽ പിറന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത്തരത്തിലുള്ള സാമ്പത്തികമായ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ ഈ ദാമ്പത്യ ജീവിതത്തെയോ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ML അൽമ എന്ന് പറയുന്ന സഹോദരിയും അത്യാവശ്യം ഇടത്തരം കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് വലിയ യാതൊരു പ്രശ്നവും ഇവരെ ബാധിച്ചിരുന്നില്ല. ഇവർ ഒറ്റപ്പെട്ട് രണ്ടുപേരും സ്വന്തക്ക് വീട് വാടക എടുത്തിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ശ്രദ്ധ ഫാമിലിയിൽ നിന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. കാരണം ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു സന്തോഷത്തിൽ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംശയത്തിൻ്റെ നിഴൽ ആരുടെ ജീവിതത്തിൽ വീണാലും ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാവാൻ പെട്ടെന്ന് സാധിക്കുമെന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സഹോദരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അവരുടെ അയൽവാസികളായിട്ടായാലും അവരുടെ ഫ്രണ്ട്സുകളായിട്ടായാലും പങ്കുവെക്കുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആയം കൂട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ പ്രശ്നങ്ങളും സ്വന്തം വെന്തുരുകി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ML അൽമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളും യാതനകളും ഒന്നും തന്നെ അവർ പങ്കുവെച്ചിരുന്നില്ല. ആത്യന്തികമായിട്ട് അവസാനം ഞാൻ പറഞ്ഞതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് ഭർത്താവ്. 36 വയസ്സ് മാത്രമേ ഉള്ളൂ. പേര് വിഷ്ണു എന്നാണ്. അദ്ദേഹം PSC കോച്ചിങ് എടുക്കുന്ന ഒരു മാഷാണ്. അതുകൊണ്ട്
വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായിട്ടും എല്ലാം മുൻതൂക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് അൽമയും. അത്യാവശ്യം വിദ്യാഭ്യാസം എല്ലാമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാം പങ്കുവെക്കുന്ന ഒരു യൂട്യൂബറാണ്. എന്നിട്ടും അവസാനം അവരുടെ ഗതിയും മറ്റൊന്നായില്ല എന്നുള്ളതാണ്. ഈ സംശയത്തിൻ്റെ നെയ്യിൽ അവരുടെ ജീവിതത്തിൽ വീണത് മുതൽ അവസാനം ജീവൻ എടുക്കുന്നത് വരെ അത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവായ വിഷ്ണു ശ്രമിച്ചു. അത് തന്നെയാണ് ആത്യന്തികമായിട്ട് ആ ജീവിതം തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഏതായാലും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയ ശേഷം തെളിവുകളെല്ലാം ശേഖരിച്ചു. കൃത്യമായ തെളിവുകളും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ, മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിന് കാരണമായത് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പോലീസോ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അല്ലെങ്കിൽ കുടുംബങ്ങളോ നാട്ടുകാരോ ഒന്നും തന്നെ ഇതുവരെ പങ്കുവെച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് ചെറിയ ഒരു വഴക്ക് അവസാനമായിട്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു വലിയ മൃഗീയമായ ഒരു മരണത്തിലേക്ക് വഴിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.